എൻ്റെ പേര് മഞ്ജു. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജനുവരി തൊട്ട് കുവൈറ്റിൽ നേഴ്സായിട്ട് ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യായിരുന്നു. ആദ്യത്തെ സമയങ്ങളിലൊന്നും കുവൈറ്റിൽ എക്സാമിൻ്റെ കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവിടെ തന്നെയാണ് എക്സാം നടന്നിരുന്നത്. നാട്ടിൽ വെച്ചിട്ട് എക്സാം ഉണ്ടായിരുന്നില്ല. ഏജൻസി ത്രൂ ആണ് ഞാൻ പോയത്. അവർ പറഞ്ഞു അവിടെ വന്നിട്ട് എക്സാം എഴുതാം, വളരെ ഈസിയാണ്, ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി അവിടെ എത്തി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഒരു എക്സാം എഴുതാൻ പറഞ്ഞു. ഫസ്റ്റ് ഹോസ്പിറ്റലുകാരും ഏജൻസിക്കാരും കൂടെ ഞങ്ങളൊരു എക്സാം എഴുതിച്ചു. അതിലെനിക്ക് കിട്ടിയില്ല. 30 ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ഉള്ള ഒരു അങ്ങനത്തെ എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞ് അതിൽ കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു അടുത്ത പ്രാവശ്യത്തിൽ എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസത്തെ വിസ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വിസയും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഒരു PR ഉണ്ടായിരുന്നു. ആൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നിർത്തി പോവുകയുണ്ടായി. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞപ്പം എല്ലാം പതുക്കെയായി കാര്യങ്ങൾ. ഓരോ മാസം വിസ അവരടിച്ചു തന്നു. 3 മാസം വിസ അടിച്ചു. ഓരോ മാസം വെച്ചിട്ട് പിന്നെ വിസ അടിക്കാൻ പറ്റാണ്ടായി. അപ്പോഴത്തേക്കും അവിടെ നിയമങ്ങളെല്ലാം മാറി, ഭയങ്കര സ്ട്രിക്റ്റായി. പോലീസ് ചെക്കിങ്ങായി. ലൈസൻസ് ഇല്ലാത്ത ഒരു സ്റ്റാഫിനെയും ക്ലിനിക്കിൽ നിർത്തണ്ടെന്നായി. ക്ലിനിക്ക് ബേസിൽ ചെക്കിങ്ങായി. ഹോസ്പിറ്റലുകാർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. ഞങ്ങൾ ഏജൻസിയെ വിളിച്ചു. ഏജൻസി പറഞ്ഞു നിങ്ങൾ ഒരു 1.5 ലക്ഷം രൂപ തന്നാൽ മതി, ഞങ്ങൾ നിങ്ങൾക്കുള്ള വർക്ക് പെർമിറ്റ് ഇറക്കി വിസ അടിക്കേണ്ട കാര്യം ഹോസ്പിറ്റലുകാരായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവർ 1.5 ലക്ഷം രൂപ വാങ്ങി. എന്നിട്ട് അവർ ഒന്നും ചെയ്തു തന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജോലി പോവാറായപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഏജൻസി നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ ഞങ്ങളുടെ സ്റ്റാഫല്ലേ, പിന്നെ എങ്ങനെയാണ് അവർക്ക് നിങ്ങളുടെ പേരിൽ വിസ അടിക്കാൻ പറ്റുക? ഇതൊന്നും ഞങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ്, നിങ്ങളെ അവർ പറ്റിച്ചതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഏജൻസിയിൽ വിളിക്കുമ്പം അവർ പിന്നെ ഫോൺ എടുക്കാണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഒരു ട്രാപ്പായിരുന്നു എന്ന്. പിന്നെ ഹോസ്പിറ്റലുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. അവർ ഞങ്ങളുടെ വിഷമം കണ്ടപ്പോൾ അവർ പറഞ്ഞു സ്റ്റാഫ് ഷോർട്ടും പെട്ടെന്ന് വന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പേരിൽ വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനും വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഇതിൽ വിസ അടിച്ചു തന്നു. എക്സാം ഇല്ലാണ്ട് നിൽക്കാമെന്ന് പറഞ്ഞു. കുറച്ച് അങ്ങനെ സന്തോഷമായി. ഞങ്ങളങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് ദൈവവിശ്വാസമോ കൂടുതൽ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വീണ്ടും ഇവർ പറഞ്ഞു ഹോസ്പിറ്റലിന് ലൈസൻസ് പുതുക്കേണ്ട ആവശ്യമുണ്ട്, ഇത്ര ഡോക്ടറിന് ഇത്ര ലൈസൻസുള്ള നേഴ്സ് വേണം, അതുകൊണ്ട് നിങ്ങളുടെ കാര്യം വീണ്ടും പ്രശ്നമാണ്, നിങ്ങൾ വീണ്ടും എക്സാം എഴുതണം, ഒന്നുകിൽ നാട്ടിൽ പോയി എഴുതണം അല്ലെങ്കിൽ ഇവിടെ ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോവാമെന്ന് പറഞ്ഞു. പോലീസ് ചെക്കിങ് ഭയങ്കരമാണ്. ബൈക്ക് പോലെയുള്ള ഒന്നുമില്ല. അവിടെ കുവൈറ്റിൽ കംപ്ലീറ്റ് കാറാണ്. ഏത് കാറാണ്, പോലീസാണോ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണ ഒന്നും അറിയില്ല. ആകെ കരച്ചിലായി, ബഹളമായി. വീട്ടിലേക്ക് വിളിച്ചു. കരച്ചിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിലും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ കയറി പോരേണ്ട കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ വീണ്ടും പറഞ്ഞു ഒരിക്കൽ കൂടെ പോയി എക്സാം എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും കഴിഞ്ഞ ഏപ്രിലിൽ ലീവിന് വന്ന് എക്സാം എഴുതി. കോട്ടയത്തൊരിടത്ത് ഒരു ക്ലാസ്സിന് പോയിട്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ എക്സാം പാസ്സാവുമെന്ന്. അത്ര എളുപ്പമുള്ള എക്സാം ആയിരുന്നു. ബാംഗ്ലൂരായിരുന്നു എക്സാം. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാൻ തോറ്റുപോയി. അത് കഴിഞ്ഞ് ആകെ വിഷമായി. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എന്തായാലും സ്റ്റാഫ് ഷോർട്ടാണ്, തിരിച്ചു പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ജൂലൈ ആയപ്പോൾ അവർ പറഞ്ഞു ഇനി അവിടെ പെട്ടെന്ന് തന്നെ സഡൻ ഒരു ഹോസ്പിറ്റൽ അവർക്ക് പൂട്ടേണ്ടി വന്നു. 2 ക്ലിനിക്ക് ഉണ്ടായിരുന്നു. ഒരു ക്ലിനിക്ക് പെട്ടെന്ന് പൂട്ടി. ഇനി അതിലൊരു അവിടുത്തെ 2 ഫിലിപ്പീൻ സ്റ്റാഫും കൂടെ ഇങ്ങോട്ട് വന്നു. ഇവിടെ സ്റ്റാഫ് കൂടുതലായി. ഇനി ഡോക്ടേഴ്സ് ലീവിന് പോയിക്കുകയാണ് ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഞാനും ആ കുട്ടിയും ടാർഗറ്റായി. നിങ്ങൾ 2 പേരും നാട്ടിൽ പോയി എക്സാം എഴുതി പാസ്സായാൽ മാത്രം തിരിച്ചു കയറി വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ആകെ പ്രശ്നത്തിലായി. ഓരോ പ്രാവശ്യം എക്സാം എഴുതാൻ വരുമ്പോഴും 1 ലക്ഷം രൂപ അടുപ്പിച്ച് ചിലവുണ്ടായിരുന്നു. ഞാൻ ആകെ വിഷമിച്ചു. വീണ്ടും ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. അവരും ആകെ ഇതായി. നാട്ടുകാരുടെ അടുത്ത് എന്തു പറയും, ഇപ്പോൾ ഏപ്രിൽ ഒന്ന് പോയതല്ലേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നീ ഏപ്രിലിൽ ലീവിന് വന്നത്? ഇതാണ് വീട്ടിൽ ചോദിക്കുന്ന ചോദ്യം.
എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ഏപ്രിലിൽ ലീവിന് വന്നത് എനിക്കറിയില്ലായിരുന്നു, ഇവരിങ്ങനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും വീട്ടുകാർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു ഇപ്പോഴും വന്നിരുന്നെങ്കിൽ നാട്ടുകാരടുത്ത് നമുക്ക് ജോലി നിർത്തി കഴിഞ്ഞു പോന്നു എന്ന് പറയാമായിരുന്നല്ലോ, ഇതാണ് വീട്ടിൽ പറയണത്. ഞങ്ങൾ നിർത്തി, കടങ്ങളൊക്കെ വീടി എന്ന് പറയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. 10-15 ലക്ഷം രൂപ കടമായിട്ടാണ് ഞാൻ കയറി പോണത്. അപ്പോഴത്തേക്കും ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വഴിക്ക് കൃപാസനത്തിനെ കുറിച്ച് അറിയണത്. അവൾ ലിൻസി എന്നാണ് അവളുടെ പേര്. അവളിപ്പം കാനഡയിലാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് IELTS എഴുതി 4-5 പ്രാവശ്യം എഴുതി, അവൾക്ക് കിട്ടിയില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ പ്രാവശ്യം തന്നെ അവൾക്ക് കിട്ടി. അവൾ എന്നെ മെസ്സേജ് ഇട്ടു, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചി പോയി നാട്ടിൽ പോയി, ചേച്ചി പോയിട്ട് കൃപാസനത്തിൽ പോയിട്ട് ചേച്ചി ഉടമ്പടി എടുക്കുക, എന്നിട്ട് പോയി ചേച്ചി ഒരിക്കൽ കൂടെ എക്സാം എഴുതുക, ചേച്ചി തീർച്ചയായിട്ടും ചേച്ചി പാസ്സാവുമെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ വേറെ ജോലിക്കൊക്കെ ശ്രമിച്ചു. അവിടെ അവിടെ എല്ലാ ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും അവർ പറയണത് ഇത് തന്നെയാണ്, നിങ്ങൾ ജോയിൻ ചെയ്തോ കുഴപ്പമില്ല, പക്ഷേ ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ഞങ്ങൾക്ക് എക്സാം എഴുതി കാണിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചെക്കിംഗ് ആണ്, ക്ലിനിക്ക് തന്നെ പൂട്ടേണ്ട അവസ്ഥയാണ്, അത് കാരണം ലൈസൻസ് ഇല്ലാണ്ട് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. 3-4 ഞാൻ ഇൻ്റർവ്യൂവിന് പോയി, ആകെ വിഷമമായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ അവൾ തന്ന ഓരോ വചനങ്ങൾ അവൾ എനിക്ക് വേണ്ടി എടുത്തിട്ട് ബൈബിളിൽ വചനങ്ങൾ അവൾ പേന കൊണ്ട് ഓരോ കള്ളി വീതം വരച്ചിട്ട് എനിക്ക് അയച്ചു തരും. ചേച്ചി ഇതാണ് ഇന്ന് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത വചനം, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചി രക്ഷപ്പെടുമെന്ന് തന്നെയാണ് മാതാവ് പറയണത്, ചേച്ചി രക്ഷപ്പെടും. അപ്പോഴും ഞാൻ എന്ത് ചെയ്തു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും. ഇവിടുത്തെ ഉടമ്പടി ലൈവായിട്ട് ഞാൻ കാണും. ജോലിയില്ല, ജൂലൈ 1-ാം തീയതി തൊട്ട് ജോലി ഇല്ലാണ്ട് ഹോസ്റ്റലിലിരിക്കുകയാണ്. ഞാൻ ഉടമ്പടി ലൈവായിട്ട് എപ്പോഴും ബ്ലൂടൂത്ത് വെച്ച് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ആകെ വിഷമായിരുന്നു, ഞാൻ തളർന്നു തുടങ്ങി. അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവേ എനിക്ക് അവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കി തരാണെന്നുണ്ടെങ്കിൽ മാതാവ് അത് നല്ലതാണെങ്കിൽ മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി, അല്ല ഞാൻ അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം എക്സാം എഴുതി ഞാൻ പാസ്സാവുമെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ തിരിച്ച് നാട്ടിൽ തന്നെ എത്തിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ഇൻ്റർവ്യൂവിനും സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അവരിത് തന്നെയാണ് പറയണത്. അവസാനം 17-ാം തീയതിയായി, 15-ാം തീയതിയുള്ള ഇൻ്റർവ്യൂവിനും ഇത് തന്നെ പറഞ്ഞു. 16-ആയി, 17-ന് ടിക്കറ്റിന് ഭയങ്കര റേറ്റ് കൂടുതലാണ്, 17-ാം തീയതി ഇത്തിരി ഒന്ന് കുറഞ്ഞു. ആ ഡേറ്റ് നോക്കി ഞാൻ നാട്ടിലേക്ക് കയറി പോന്നു. എയർപോർട്ടിൽ കുവൈറ്റിലിരുന്നുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്തു. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച് എല്ലാ സാധനങ്ങളും എൻ്റെത് എടുത്തു. പഴയ ഡ്രസ്സും എല്ലാ ഡ്രസ്സും എടുത്ത് ആ പെട്ടിയിൽ എൻ്റെ മക്കൾക്കൊരു മിഠായി പോലും വാങ്ങാണ്ട് ഉള്ള പൈസ, ആ മാസം ശമ്പളം കിട്ടിയ പൈസ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വെച്ചിട്ട് എനിക്കൊരു എക്സാം എഴുതാൻ എനിക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം. ഞാനതുകൊണ്ട് ആ പൈസ എക്സാം എഴുതുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പൈസ അക്കൗണ്ടിൽ തന്നെ ഇട്ടു. ഒരു മിഠായി പോലും എൻ്റെ മക്കൾക്ക് വാങ്ങാണ്ട് ഞാൻ ആകെ എൻ്റെ പെട്ടി മാത്രം എടുത്ത് ഞാൻ പോന്നു. പെട്ടിയിൽ എല്ലാ പഴയ ഡ്രസ്സും എൻ്റെ പഴയ കുറച്ച് സാധനങ്ങളെല്ലാം ആയപ്പോൾ തന്നെ ഏകദേശം 10-29 കിലോ ഉണ്ടായിരുന്നു. അതും എടുത്ത് ഞാനിവിടെ എത്തി. ഇവിടെ കുവൈറ്റിലിരുന്നുകൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാം. ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ എന്തായാലും പോവാം, ഒരു പ്രാവശ്യം കൂടെ എക്സാം എഴുതാം, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോണില്ല, ഞങ്ങളൊരു ഹിന്ദുമത വിശ്വാസികളാണ്. അപ്പോഴും ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യണവർ കൃപാസനത്തിൽ വന്നിട്ട് അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയത് ആളും പറയുമായിരുന്നു. നിനക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ എയർപോർട്ടിൽ നിന്ന് നേരെ ഒരു ടാക്സി വിളിച്ച് അങ്കമാലിയിൽ വന്നു. അവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് കാറ് വിളിച്ച് വരാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഈ പൈസ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചതിലേക്ക് വെക്കാനായിട്ട് ആരും സഹായിക്കാനുമില്ല. എന്ത് ചെയ്യാം, ഞങ്ങളാകെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ഈ ബാഗും തൂക്കി ഞങ്ങൾ കൃപാസനത്തിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ പുലർച്ചെ 1 മണിക്കാണ് ഇവിടെ ഞങ്ങൾ എത്തുന്നത്. രണ്ടുപേരും ആകെ തളർന്നു. എൻ്റെ ജോലി നഷ്ടമായതോടുകൂടി ആളും ഭക്ഷണമില്ല, എനിക്കുമില്ല, രണ്ടുപേരും ആകെ തകർന്നു. ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ KSRTC ബസ്സിലെ ഡ്രൈവർ അവിടെ നിർത്തി തന്നു. എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു തന്നു, ഇതാണ് കൃപാസനം. ഞാനൊന്ന് നോക്കി, ഒന്ന് പ്രാർത്ഥിക്കാനോ ഒന്ന് നോക്കാനോ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ശക്തിയൊന്നുമില്ലായിരുന്നു, നല്ല മഴയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു നിന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ബസ് ഇറങ്ങണ സമയത്ത് പെട്ടെന്ന് തന്നെ മഴ സ്റ്റോപ്പായി. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ബസ്സിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ അവിടേക്ക് വരുമ്പോഴത്തേക്ക് മഴയാണെങ്കിൽ ഹസ്ബൻഡ് എന്നെ ഒത്തിരി ചീത്ത പറയും, ഞാൻ എന്താ ചെയ്യുക. പെട്ടെന്ന് സഡൻ ഇവിടെ ഫ്രണ്ടിലെത്തിയതും മഴ സ്റ്റോപ്പായി.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു, റൂം റെൻറ്റിന് എന്ന് പറഞ്ഞിട്ട്. ആളെന്നെ വിളിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. ആ റൂമിലേക്ക് ഞങ്ങൾ ഒരു ദിവസം ഒരു മണി തൊട്ട് ഞങ്ങൾ പറഞ്ഞു 5 മണിയാകുമ്പോൾ നമുക്ക് എണീക്കാം, രാവിലത്തെ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പറ്റിയില്ല, ആകെ ക്ഷീണമായിരുന്നു. അങ്ങനെ ഒരു 7 മണി 7:30 8 മണിയായപ്പോൾ ഇവിടെ എത്തി ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ പറഞ്ഞു 11 മണിക്കാണ് ഉടമ്പടി എന്ന് പറഞ്ഞു. വീണ്ടും എനിക്ക് ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ ശരീരമൊക്കെ തളർന്നു തുടങ്ങി. ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ, ഞാൻ ഇനിയും തോറ്റുപോകുമെന്നാണോ മാതാവ് പറയണേന്ന് ചോദിച്ചു. ഞാൻ എന്നിട്ട് വീണ്ടും ഹസ്ബൻഡ് പറഞ്ഞു ഇരിക്കാൻ പറ്റുള്ളെങ്കിൽ വാ, നമുക്ക് റൂമിൽ പോയി കുറച്ച് കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ഫ്ലൈറ്റ് 8 മണിക്കൂർ വരെ ഡിലേ ആയിരുന്നു, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റൂമിൽ പോയി വീണ്ടും ഒരു അരമണിക്കൂർ കിടന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ധൈര്യം വന്നതുപോലെ. ഞാൻ പറഞ്ഞു എന്തായാലും എക്സാം എഴുതാം, ഇത് ലാസ്റ്റ് ചാൻസാണ്, ഇനിയൊരു ചാൻസ് ഇതിലില്ല, എക്സാം എഴുതാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡും ഞാനും കൂടെ ആ ഏജൻസിയിൽ പഠിക്കാൻ പോണ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സാറിനെ വിളിച്ചു. ആൾ പറഞ്ഞു 22,500 രൂപ ഇപ്പോൾ സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു, ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പൈസ ഇട്ട് കൊടുത്തു. അവിടെ വെച്ചിട്ട് എന്നെ ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. ഉടമ്പടി എടുക്കാൻ വന്നു, ഉടമ്പടി എടുത്തു. അപ്പോഴൊക്കെ ഞാൻ നല്ല ഉഷാറായി, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉടമ്പടി എടുത്തു. ഞാൻ പോവായിരുന്നു. തിരിച്ചു പോകാനായിട്ട് ഹസ്ബൻഡ് എന്നെ കൊല്ലത്തേക്ക് ക്ലാസ്സിനും ബസ്സിൽ കയറ്റി വിട്ടു. ഹസ്ബൻഡിന് തൃശ്ശൂർക്കും പോകണമായിരുന്നു. അങ്ങനെ ആൾ എൻ്റെ പെട്ടിയെടുത്ത് കുറച്ച് സാധനങ്ങൾ വേറൊരു ബാഗിലാക്കി ആളുടെ കയ്യിൽ കൊടുത്തു. ഒന്നും തിരയാനൊന്നും വയ്യ. ഉള്ളതൊക്കെ ഏകദേശം എൻ്റെ വലിയ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു, ആ ട്രോളിങ് ബാഗിൽ തന്നെയാണ്. അതോടുകൂടി തന്നെയാണ് ഞാൻ പോകുന്നത് പഠിക്കാനായിട്ട്. ഹസ്ബൻഡ് എന്നെ ബസ്സിൽ കയറ്റി വിടുന്നതിൻ്റെ ഇടയിൽ ആദ്യം എന്നെ കയറ്റി വിട്ടതിന് ശേഷം പെട്ടിയെടുത്ത് ബസ്സിൽ വെച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങുകയായിരുന്നു. പക്ഷേ ഡ്രൈവർ വിചാരിച്ചു ആളും കൂടെ യാത്രയ്ക്കുള്ള ആളാണെന്ന് വിചാരിച്ചു. ഡ്രൈവർ ബസ് എടുത്തു. ഇത് ശ്രദ്ധിക്കാണ്ട് ഹസ്ബൻഡ് താനെ ബസ്സിൽ നിന്ന് സ്റ്റെപ്പ് വെച്ച് ആൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാരും തന്നെ ഞങ്ങൾ യാത്രക്കാരെല്ലാവരും കാണുന്നു. എല്ലാവരും ആകെ അലറി വിളിച്ചു, അയ്യോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു തുടങ്ങി, കരഞ്ഞു തുടങ്ങി. ബസ്സിലിരുന്നവരെല്ലാവരും ബസ്സിൻ്റെ അടിയിലേക്ക് പോയി എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ എന്ത് അത്ഭുതമാണെന്നറിയില്ല, സ്വിഫ്റ്റ് ബസ്സാണ്. അവർ പിന്നെ സ്റ്റാർട്ടിങ് തന്നെ അറിയാമല്ലോ, അവർ ഫാസ്റ്റിലാണ് പോണത്. എല്ലാവരും വിചാരിച്ചു ബസ്സിൻ്റെ അടിയിലേക്ക് പോയി എന്ന് വിചാരിച്ചു. ആളെന്നെയും കാണാനില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. ബസ്സിൽ തട്ടി വിളിച്ചു. ഡ്രൈവർ പെട്ടെന്ന് ബസ് നിർത്തി. തിരിഞ്ഞു നോക്കിയപ്പം ആളെന്നെ ആരോ പിടിച്ചു നിർത്തിയതുപോലെ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ബാക്കിൽ നിൽക്കുന്നു. എല്ലാവർക്കും സമാധാനമായി. ഞാനും വിചാരിച്ചു, മാതാവേ ഞാൻ എന്തൊരു അത്ഭുതമാണ് അമ്മ എനിക്ക് ചെയ്തു തന്നത്. മാതാവേ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തു പറയും എല്ലാവരുടെ അടുത്തും എന്ന് വെച്ചിട്ട് ഞാൻ ആകെ അന്തം വിട്ട് നിന്ന സമയത്താണ് അമ്മയുടെ നടയിൽ വെച്ച് തന്നെ ഉണ്ടായ സംഭവത്തിന് അമ്മ പിടിച്ചു നിർത്തിയതുപോലെ അദ്ദേഹത്തെ നിർത്തിയല്ലോ മാതാവേ. അതോടുകൂടി എൻ്റെ വിശ്വാസം ഒന്നും കൂടെ ഉറച്ചു. ഞാൻ പോയി കൊല്ലത്തേക്ക് എത്തി. ഞാൻ ദിവസവും അവിടെ ഒരു റൂമിൽ ഞങ്ങൾ 3-4 പേരുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് മാതാവിൻ്റെ 5:30 എണീക്കും, പ്രാർത്ഥിക്കും. നീല മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു 5 മണിക്ക് എണീറ്റ്. എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ അത് നോക്കുമായിരുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥിക്കും. അതിൽ ക്രിസ്ത്യാനി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടികളും ചിലരൊക്കെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ഒരു കുട്ടി തമിഴ്നാട്ടിലുള്ള കുട്ടിയാണ്, മാർത്താണ്ഡം ഭാഗത്തുനിന്ന്. ഇതെന്താ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃപാസന മാതാവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവളും എൻ്റെ കൂടെ ആ സമയങ്ങളിൽ ഇരുന്നില്ല എങ്കിലും വീണ്ടും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ 10-12 ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞു. 12ാമത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് എക്സാമിന് പോയ സമയത്ത് ഞങ്ങളവിടെ എൻ്റെ നാട് തിരുവനന്തപുരമാണ്. എന്നാൽ പോലും ഞാൻ വീട്ടിൽ പോയില്ല. എൻ്റെ ആങ്ങളെയൊക്കെ 2 പ്രാവശ്യം 3 പ്രാവശ്യം എക്സാം തോറ്റപ്പോഴും ആങ്ങളെ പറയുമായിരുന്നു വെറുതെ ഉള്ള പൈസ കൊണ്ടുപോയി കളയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയില്ല. അവിടെ റൂം എടുത്ത് ഞാനും ഹസ്ബൻഡും താമസിച്ചു. പിറ്റേന്ന് രാവിലെ എക്സാമിന് വേണ്ടി പോയി. എക്സാമിന് പോണ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പെടുത്ത് എൻ്റെ ജീൻസിൻ്റെ പാൻറ്റാണ് ഞാൻ ഇട്ടത്. സാധാരണ ഇവിടെ വരുമ്പോൾ ഞാൻ അങ്ങനെ അവിടെ ധരിക്കുന്ന ഡ്രസ്സ് ധരിക്കാറില്ല. എന്നാലും ഒരു ടോപ്പും ഒരു ജീൻസിൻ്റെ പാൻറ്റും ഞാൻ ഇട്ടു. ആ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഞാൻ ഇവിടുത്തെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനിട്ടു. എനിക്ക് ഉറപ്പായിരുന്നു ആ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഞാൻ പാസ്സാവും എന്നുള്ളത്.
അങ്ങനെ ഉപ്പിട്ട് ഞാൻ അവിടെ പോയപ്പം അവർ നമുക്ക് പാൻറ്റിൻ്റെ പോക്കറ്റെല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കണം. പാൻറ്റിൻ്റെ പോക്കറ്റും കൈയും ഒക്കെ തുറന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ എത്തിയപ്പം അവിടെ പറഞ്ഞു, ചെക്കിങ്ങിൻ്റെ ആൾ പറഞ്ഞു പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പുറത്തേക്കിടാൻ പറഞ്ഞു. ഞാൻ പുറത്തേക്കിട്ട സമയത്ത് എൻ്റെ ഉപ്പ് ഏകദേശം അവിടെ വീണുപോയി, നിലത്തേക്ക് വീണു. ഞാൻ വിചാരിച്ചു, മാതാവേ വീണ്ടും ഞാൻ തോക്കുമോ, ഇവിടെ എല്ലാം എൻ്റെ ഉപ്പെല്ലാം എൻ്റെ കാലിലും ചെരുപ്പിലും ഒക്കെ പോയല്ലോ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വീണ്ടും ഞാൻ അവിടെ പോയിരുന്നു. എക്സാമിൻ്റെ ആൾ കമ്പ്യൂട്ടർ ഓണാക്കി തന്നു. എക്സാം സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ 1 മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ട് ഇടത് സൈഡിലത്തെ പോക്കറ്റിലാണ് ഞാൻ ഉപ്പിട്ടിരുന്നത്. ആ ഉപ്പിലേക്ക് ഞാൻ പതുക്കെ പോക്കറ്റിലേക്ക് ഒന്ന് കൈയിട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് എക്സാമാണ്, ക്യാമറ നമ്മുടെ ഒപ്പം ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ക്യാമറയിൽ നമ്മളെ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാലോ നമ്മൾ നടുവൊന്ന് നിവർത്തിയാൽ അപ്പോൾ അവിടുന്ന് ആൾ വരും. ഞാൻ എന്നാലും എൻ്റെ വിശ്വാസം, മാതാവേ ആരും കാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുവശത്തെ പോക്കറ്റിലേക്ക് ഞാൻ കൈയിട്ട് തപ്പിയപ്പോൾ ഏകദേശം ഉപ്പും നിലത്ത് പോയി. ഉണ്ടാവുകയാണാവോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 150 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, 3 മണിക്കൂർ എക്സാമാണ്. ഞാൻ ഒന്ന് തപ്പിയപ്പോഴത്തേക്കും ഒരു തരി ഉപ്പ് എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ആ ഉപ്പ് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. എനിക്ക് വിശ്വാസ പ്രമാണം ഒന്നും കിട്ടണില്ല, എല്ലാം തെറ്റുന്നുണ്ടായിരുന്നു. ഒരിക്കൽ പറയണതല്ല, ഞാൻ പിന്നെയും പറയണം. അപ്പോൾ പറഞ്ഞത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ വിറയ്ക്കുകയാണ്. ഇവരെങ്ങാനും കമ്പ്യൂട്ടർ റൂമിലിരുന്നിട്ട് ആ ക്യാമറയിൽ കൂടെ എന്നെ കാണുമോ, എന്നെ പിടിക്കുമോ, പ്രശ്നമാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നിട്ടും ധൈര്യമായിട്ട് തെറ്റിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഉപ്പ് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ പുറത്തേക്ക് ഞാൻ ഇട്ടു. മൗസിലേക്കും കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടു. എന്നിട്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ എക്സാം എഴുതി. ആദ്യത്തെ പാർട്ട് മുഴുവനും കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്ക് ഈസി ആയിരുന്നു. രണ്ടാമത്തെ പാർട്ടായപ്പോൾ നല്ല ടഫായിരുന്നു. ഞാൻ ജനറൽ നഴ്സിംഗ് പഠിച്ചതാണ്. 18 വർഷത്തിന് മുന്നേ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ആയ ആളാണ് ഞാൻ. വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം BSc ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പാർട്ട് ബിയിൽ വന്നത്. അപ്പോഴെനിക്ക് മിക്കതും തന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുമ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് ഞാൻ ക്ലിക്ക് ചെയ്തു, മാതാവേ ഇതെനിക്കറിയില്ല, ഞാൻ നിനക്കായി തരികയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 75 ക്വസ്റ്റ്യനിൽ ഏകദേശം 10, 40, 50 ക്വസ്റ്റ്യൻ ഞാൻ മാതാവിന് കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എക്സാം പാസ്സാവാൻ പോണില്ല എന്നുള്ളത്. അത്ര ടഫായിരുന്നു പാർട്ട് ബിയിലെ ഏകദേശം ക്വസ്റ്റ്യനും. ചോദ്യം പോലും വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്ക് മനസ്സിലായി ഞാൻ ഉറപ്പാണ് ഞാൻ പാസ്സാവില്ല, ഇനി മാതാവ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. മാതാവേ നീ ഈ എക്സാമിന് എൻ്റെ കൂടെ തന്നെ ഇരിക്കണമേ, ഞാൻ റിസൾട്ട് വരണതുവരെയും അമ്മ ഈ സെൻറ്ററിൽ തന്നെ ഉണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എക്സാം എഴുതിയിട്ടും ഞാൻ ഹോളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി. തിരിച്ചിറങ്ങി പോയപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ എക്സാം ടഫായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ എനിക്ക് ഭയങ്കര പാടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ലാസ്റ്റ് ചാൻസാണ്, ഇനി ഇതിൽ തോറ്റു കഴിഞ്ഞാൽ എനിക്കിനി തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരും എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി. ഞാൻ ഹസ്ബൻഡും അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും മെഴുകുതിരി കത്തിച്ചു വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊന്ത ചൊല്ലി ഇവിടുത്തെ പ്രാർത്ഥനകൾ കേട്ടു തുടങ്ങി. 1 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വരണം. 11 മണിക്ക് വരേണ്ട റിസൾട്ട് 11 മണിക്ക് എക്സാം കഴിഞ്ഞു, 12 മണിക്ക് റിസൾട്ട് വരേണ്ടതാണ്. റിസൾട്ട് വന്നില്ല. 12ആയി, 1 മണിയായി, 1:30ആയി, റിസൾട്ട് കാണുന്നില്ല. എനിക്ക് അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് ദൂരേ ഉള്ളൂ. ഒരു 20 രൂപ ടിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ വിചാരിച്ചു റിസൾട്ട് നേരത്തെ വരെയാണ്, പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് പോവാമെന്ന് വിചാരിച്ചു. പക്ഷേ റിസൾട്ട് 2 മണിയായിട്ടും വന്നില്ല. അപ്പോൾ ഹസ്ബൻഡിന് ഞങ്ങൾ ആകെ നിരാശയായി. ആൾ പറഞ്ഞു നമുക്ക് തൃശ്ശൂർക്ക് തന്നെ തിരിച്ചു പോവാം, ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഇനി റിസൾട്ട് വൈകിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തോറ്റു എന്ന് തന്നെയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ടിക്കറ്റ് എടുത്തു. 2 പേരും കൂടെ ട്രെയിൻ കയറി. ട്രെയിനിലിരുന്നിട്ടും ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ കളഞ്ഞില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ ഇതിൽ ഞാൻ തോറ്റാൽ എനിക്ക് ആത്മഹത്യ അല്ലാണ്ട് വേറെ വഴിയില്ല. എനിക്ക് ഒരു മോളുണ്ട്, ആ മോളേനെയും കൊന്നിട്ട് ചാവല്ലാണ്ട് എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല മാതാവേ. ഞാനിനി എന്ത് ചെയ്യും? ഈ കടബാധ്യതകൾ തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഒരു പ്രാവശ്യം കൂടെ പോയി വന്നു കഴിഞ്ഞാൽ എൻ്റെ ബാധ്യതകൾ ഏകദേശം തീരും അമ്മേ, അമ്മ എന്നെ കൈവിടല്ലേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ട്രെയിനിലിരുന്നുകൊണ്ട് ഞാൻ കൊന്ത ചെല്ലുകയാണ്. അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കൊന്ത ഇരിക്കുന്നുണ്ട്. ഹസ്ബൻഡും അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വിഷമിച്ചിരിക്കുന്നുണ്ട്. ആൾക്കും ഒന്നും ചെയ്യാൻ പറ്റണില്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ട്യൂഷൻ പോയി അവിടെ ആളെന്നെ വിളിച്ചു, റിസൾട്ട് അറിഞ്ഞു. അവർ പറഞ്ഞു വന്നിട്ടില്ല എന്ന് പറഞ്ഞു.
വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മൊബൈലിൽ ഒരു മെസ്സേജ്, ഇതൊന്നും കാണണില്ല ഞാൻ കൊന്ത ചെല്ലണേൻ്റെ ഇടയിൽ. ഞാൻ ഈ മെസ്സേജ് വന്നത് ഓൾറെഡി ഫോൺ സൈലൻ്റ് അല്ല, എന്നാൽ പോലും മെസ്സേജിൻ്റെ സൗണ്ട് പോലും ഞാൻ കേട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പാസ്സായി എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിതൊന്നും അറിയണില്ല, ഞാൻ കൊന്ത ചെല്ലാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു, അത്രയാണ് ഞാൻ കണ്ടത്, ഒരു ഫോട്ടോ സെൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പം റിസൾട്ട് വന്ന് അതിൻ്റെ മുകളിലേക്ക് ഞാൻ നോക്കിയപ്പം എക്സാം പാസ്സായി. എൻ്റെ മാതാവിന് 100,000 നന്ദി ഞാൻ പറയുകയാണ്. എത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം, ഞാൻ ഒരിക്കലും പാസ്സാവുമെന്ന് വിചാരിക്കാത്ത ഒരു എക്സാമാണ് മാതാവ് എന്നെ കരകയറ്റിയതും എൻ്റെ കുടുംബത്തെ രക്ഷിച്ചതും. പിന്നെ ഇപ്പോൾ പോകാനായിട്ടായാലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു പോകാനായിട്ട് ടിക്കറ്റിൻ്റെ പൈസയും കുറച്ചൊക്കെ ആങ്ങളെ തന്ന് സഹായിച്ചു. ഇനി എനിക്ക് എന്താ ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് എനിക്ക് 2021 ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് PF അന്ന് എഴുതി വാങ്ങിയതാണ്. അവർ കുറച്ച് അടച്ചിട്ടുണ്ടായിരുന്നില്ല. ആ PFൻ്റെ ഒരു മെസ്സേജ് എൻ്റെ മൊബൈലിലേക്ക് വന്ന് കിടക്കണു, എനിക്ക് PF 25,000 രൂപ പാസ്സായി എന്നും പറഞ്ഞിട്ട്. ഞാൻ ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് വിളിച്ചു. കമ്പ്യൂട്ടർ അവർ ഓപ്പൺ ആക്കിയിട്ട് അവർ പറഞ്ഞു, 25,000 രൂപയുണ്ട്, അതിൻ്റെ 80% കിട്ടും എന്ന് പറഞ്ഞാൽ അത് ഞാനിപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ട്. മാതാവ് ഓരോരോ അത്ഭുതങ്ങളായി തന്നെയാണ് എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിനടുത്ത് ഒരു കുട്ടിയുണ്ട്, അവൾക്ക് 3 മാസം തുടർച്ചയായിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം, ബെഡ് റെസ്റ്റാണ്. ആ കുട്ടിക്ക് ഞാൻ അവൾക്ക് എല്ലാ ദിവസവും ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. പിന്നെ അനാഥാലയത്തിൽ ഞങ്ങളുടെ അമ്മ മരിച്ച് 3 കൊല്ലമായപ്പോൾ ഞങ്ങൾ അനാഥാലയത്തിൽ എല്ലാവർക്കും കൂടെ ഫുഡ് കൊടുക്കാനായിട്ട് കൊടുത്തിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പത്രമൊക്കെ ഞാൻ എല്ലാവർക്കും നടന്നു കൊടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളാണ് മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അമ്മയ്ക്കും തിരുകുമാരനും 100,000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ 12-ാം തീയതി വീണ്ടും കുവൈറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. മാതാവിന് 1,000 നന്ദി ഒരിക്കൽ കൂടെ പറഞ്ഞുകൊള്ളുന്നു. ഇപ്പോൾ ഓരോ പരീക്ഷയിലൂടെ കടന്നു പോകുന്നവർ അനുഭവിക്കുന്ന പല സാഹചര്യം, ഒന്നാമത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടാകും. കാരണം ജോലി ഒരു കുടുംബത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഏറെ പ്രത്യേകിച്ച് ചില ക്രൈസിസിൻ്റെ സമയത്ത് അത് ലഭിച്ചില്ല എങ്കിൽ മുൻപോട്ട് എന്താണെന്നുള്ള വലിയൊരു പ്രതിസന്ധിയും വലിയൊരു ചോദ്യം. ഒരു പക്ഷേ ജീവിതത്തിൽ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേര് ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നതും ഉടമ്പടിയിലെ അനുഭവങ്ങൾ സാക്ഷ്യം പറയുവാനും പരിശുദ്ധ അമ്മ ഇടവരുത്തുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തിന് നന്ദിയോടുകൂടി ഓർക്കുന്ന, ദൈവത്തിന് നന്ദി പറയേണ്ട വലിയൊരു കാര്യമാണ്. രണ്ടാമത്തെ ഈ മങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു പക്ഷേ നിബന്ധനകളില്ല എങ്കിൽ പോലും വിശുദ്ധ ബൈബിളിനോടും ജപമാലയോടുമുള്ള പ്രത്യേക കാര്യം, അതെപ്പോഴും ഒരു സാക്ഷ്യം കേൾക്കുമ്പം അത് ചിലപ്പോൾ ഏത് മതത്തിൽ നിന്നുള്ളവർ പറയുമ്പോഴും അവിടെ പ്രധാനപ്പെട്ട് പറയുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് വിശുദ്ധ ബൈബിളിനെക്കുറിച്ചും രണ്ടാമത്തത് ജപമാലയെക്കുറിച്ചുമാണ്. അപ്പോൾ ഒരാൾ ക്രിസ്തുവിൻ്റെ അടുക്കേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള യാത്രയിൽ കരുതി വെക്കേണ്ട 2 പ്രധാനപ്പെട്ട ആയുധങ്ങളെന്നോ പ്രധാനപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങളെന്നോ പറയുന്നത് ഉടമ്പടിയിലൂടെ അല്ലെങ്കിൽ ഒരു വ്യക്തി പഠിപ്പിക്കുന്നത് ജപമാലയെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചുമാണ്. അപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളിലും അങ്ങനൊരു ദൈവാനുഭവം ലഭിക്കുന്നു ഈ ഒരു വ്യക്തിയും. ഏറ്റവും അവസാനം പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും, പരീക്ഷയിൽ നടന്ന എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയോടെ കാത്തിരുന്നതും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നതുമൊക്കെ അപ്പം വ്യക്തമായിട്ട് ഈ മകൾ പറയുന്നുണ്ട്. ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ഇനിയും അനുഭവിക്കുവാനും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ വലിയ അനുഭവം അനുഭവിക്കുവാനായിട്ട് ഈ മകളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.